ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ടോവിനോയുടെ മിന്നൽ മുരളി എന്ന സിനിമയ്ക്കകത്ത് ടോവിനോയുടെ ഫേസ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഗ്രിഡ് മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രിഡ് മെത്തേഡ് എന്താണെന്നും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒരു വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തത് അത് കാണുക. എന്നാലേ നമുക്ക് ഇതിൻ്റെ അത് എത്ര സിനിമ വെച്ച് അളവെടുക്കുന്നതും വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന രീതികളൊക്കെ ഞാൻ അതിൻ്റെ അത് പറയുന്നുണ്ട്. അപ്പോൾ അത് സെയിം അളവ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് തന്നെ ഇവിടെ ഒന്ന് റിപ്പീറ്റ് പറയേണ്ടതാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ പറയാത്ത വീഡിയോയ്ക്കകത്ത്. അപ്പം ജസ്റ്റ് അത് നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഓരോ വീഡിയോയും ഓരോ പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ ഒരു പാർട്ട്, പിന്നെ സെക്കൻഡ് ഹെയർ, പിന്നെ സ്കിന്ന്, അങ്ങനെ ഓരോന്നും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും. പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എല്ലാ മെത്തഡും ഒന്ന് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പം ഗ്രിഡ് ഡ്രോയിങ് എന്താണെന്ന് അറിയത്തില്ലാത്ത ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, എന്നിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫേസ് വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഗ്രിഡ് ഇട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഓരോ ബോക്സിന് എന്തൊക്കെ കാര്യങ്ങളാണോ അത് നോക്കുക, നോക്കിയിട്ട് അതേപടി ഇങ്ങോട്ട് പാർത്തെടുത്താൽ മതി. അപ്പോൾ അത് പാർത്തെടുക്കുമ്പോൾ മിസ്റ്റേക്ക് വരുത്താതെ പാർത്തെടുക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഔട്ട്ലൈന് നമ്മൾ നല്ല ഇതായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ലൈൻ തെറ്റി പോയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് വരച്ച് കഴിഞ്ഞാൽ അത് പടം പിന്നെ തെറ്റി പോകത്തുള്ളൂ. അപ്പം ചില സമയം എടുത്തിട്ടാണെങ്കിലും ഔട്ട്ലൈൻ ചെയ്യുമ്പം നമ്മൾ നന്നായിട്ട് തന്നെ വൃത്തിക്ക് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഓരോ ഭാഗങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് വരച്ചെടുക്കുന്നതനുസരിച്ച് മുമ്പോട്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് മുടി വരയ്ക്കുന്ന ട്യൂട്ടോറിയൽ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആ വീഡിയോയ്ക്ക് നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കണ്ട് ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് ആർക്കും വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഔട്ട്ലൈൻ കറക്റ്റായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ചിത്രം വരച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ.